ഇപ്പോൾ പെൻഷൻ 2000 രൂപയാണ്. ഇനിയും പെൻഷൻ വർദ്ധിപ്പിക്കും. ഈ പാവപ്പെട്ട ജനങ്ങളാണ്, അവരുടേതാണ് ഈ ഗവൺമെന്റ്. അവർക്കാണ് സംരക്ഷണം കിട്ടേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ 62 ലക്ഷം ആളുകൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരാണ്. അതിലേക്ക് എത്തിയില്ലേ? കോൺഗ്രസ് ഗവൺമെന്റ് കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലത്തും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരിൽ ഒരു അനുഭവമാണോ? ശബരിമല സ്വർണം, ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അവിടെയുള്ള ഇന്നത്തെ വിവാദങ്ങളിൽപ്പെട്ട് ശബരിമലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സ്വർണം നഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട സ്വർണം ഒരു തരി പോലും കുറയാതെ തിരിച്ചെടുക്കുക എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിലപാട്. ശബരിമല സ്വർണപ്പാളി പ്രശ്നത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കർക്കശമായ ശിക്ഷ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നിലപാട്. ഈ നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ കേരള നിയമസഭാ സമ്മേളനത്തിൽ ഈ പ്രശ്നം ഗൗരവമായിട്ട് വന്നു. വിശ്വാസിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം. ആ സന്ദർഭത്തിൽ കേരള ഹൈക്കോടതി ഒരു പ്രത്യേക ടീമിനെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ പ്രശ്നം പരിശോധിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി. ഗവൺമെന്റിൽ നിന്ന് പേര് വാങ്ങിയിട്ടില്ല. കുറ്റാന്വേഷണത്തിൽ വൈദഗ്ധ്യം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കുന്നത് കേരള ഗവൺമെന്റ് അല്ല, ഹൈക്കോടതിയാണ്. ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നിലപാടിനെ സ്വാഗതം ചെയ്തു, ഈ നിലപാടിനെ അംഗീകരിച്ചു.